ഇന്നത്തെ വീഡിയോയിൽ കുട്ടികളുടെ മുടി വളർച്ച ഇരട്ടിയാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലിൻ്റെ പ്രിപ്പറേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ മുടിക്ക് വേണ്ടത്ര കറുപ്പും കട്ടിയും ഒന്നും ഇല്ലാത്ത കുട്ടികൾക്ക് ഇടതൂർന്ന് മുടി വരാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കുന്ന ഒരു ഓയിലാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു പിടി ചുവന്നുള്ളി വേണം, 5 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കുരുമുളകും വേണം. പിന്നെ നമുക്ക് വേണ്ടത് 5 തണ്ട് കറിവേപ്പിലയാണ്. 100 ml വെളിച്ചെണ്ണയിലേക്കാണ് നമ്മൾ ഈ അളവിൽ സാധനങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ശുദ്ധമായ ആട്ടിയെടുത്ത വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി തിളക്കുന്നതിൻ്റെ തൊട്ട് മുന്നുള്ള പരുവത്തിൽ നമ്മൾ ഈ ചുവന്നുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒട്ടും കരിഞ്ഞു പോകാതെ തയ്യാറാക്കുമ്പോഴാണ് ഇതിൻ്റെ ഗുണം പൂർണ്ണമായിട്ടും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ലോ ആക്കി വെച്ചതിന് ശേഷം ചുവന്നുള്ളി നന്നായിട്ട് ഇതിലൊന്ന് മൂപ്പിച്ച് വരണം. ചുവന്നുള്ളി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പിലയും കുരുമുളകും ചേർത്ത് കൊടുക്കണം. കുരുമുളക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ ചുവന്നുള്ളി ഒന്ന് നന്നായി വാടി വരുന്ന സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ള കുരുമുളകും ഉലുവയും ചേർത്ത് കൊടുക്കാനായിട്ട്. കുട്ടികൾക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒട്ടും കരിഞ്ഞു പോകാതെ തയ്യാറാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് മൂപ്പ് വല്ലാതെ കൂടിപ്പോയതിന് ശേഷമാണ് നമ്മൾ ഈ എണ്ണ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുട്ടികളിലെ ജലദോഷം, നീരിറക്കം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതില്ലാതിരിക്കാനായിട്ട് ശരിയായ പാകത്തിൽ ഇത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കും. ഉലുവ മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടായിരിക്കും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലാകുന്നത് വരെ ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാവുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഇത് തയ്യാറാക്കി വെക്കേണ്ടതില്ല. കുട്ടികൾക്കായതുകൊണ്ട് തന്നെ കുറഞ്ഞ അളവിൽ കഴിയുന്നതിനനുസരിച്ച് പെട്ടെന്ന് ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. അതുപോലെ ഈ ഒരു എണ്ണ നമ്മൾ കുട്ടികളുടെ തലയിൽ ഒരുപാട് സമയം തേച്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 10 മിനിറ്റ് മാത്രമേ ഈ എണ്ണ അപ്ലൈ ചെയ്തിടേണ്ട ആവശ്യമുള്ളൂ. ഈ എണ്ണ തേച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തല നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേണം ഈ എണ്ണ നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട്. തലയോട്ടിയിൽ നന്നായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 4-5 മിനിറ്റ് കുട്ടികളുടെ തല നന്നായിട്ടൊന്ന് ചീപ്പ് ഉപയോഗിച്ചിട്ട് ചീക്കി കൊടുക്കുക. മാക്സിമം ഒരു 5-10 മിനിറ്റ് മാത്രം അത് തലയിൽ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെറുപയർ പൊടിയോ താളിയോ യൂസ് ചെയ്തിട്ട് കഴുകി കളയാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ഈ ഉള്ളി മാറിയിട്ടുണ്ട്. ഈ ഒരു പരുവമാകുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടും ഗോൾഡൻ ബ്രൗൺ ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ആ എണ്ണയുടെ ചൂട് കൊണ്ട് തന്നെ ഇതൊന്നുകൂടെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി മാറിയിരിക്കുന്നുണ്ടോ. അതായത് ഇതുപോലുള്ള ഒരു കളറിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് ഈ എണ്ണ അരിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു പാകത്തിലാണ് നമ്മൾ ഈ എണ്ണ അരിച്ചെടുക്കേണ്ടത്. ഇനി ഈ എണ്ണ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു 5 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചിട്ട് അതിനുള്ളിൽ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യുന്നത്. അത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നല്ല എഫക്റ്റീവ് ആണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം ശുദ്ധമായ ആവണക്കെണ്ണയാണ്. ഒട്ടും പ്രോസസ്സ് ചെയ്യാത്ത ആവണക്കെണ്ണ വേണം യൂസ് ചെയ്യാനായിട്ട്. അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കാട്ടോ. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഹെയർ ഓയിൽ പ്രിപ്പയർ ആയി കഴിഞ്ഞു. ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 തവണ വെച്ചിട്ട് കുട്ടികൾക്ക് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഹെയർ ഗ്രോത്ത് കുട്ടികളിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു 5 വയസ്സാകുന്നത് വരെ കുട്ടികളുടെ മുടി ബാക്കിലേക്ക് ചീകിയിട്ട് നല്ല ടൈറ്റായിട്ട് വലിച്ചു കെട്ടുന്ന ഒരു രീതി ഒഴിവാക്കണം. അങ്ങനെ ടൈറ്റായിട്ട് ബാക്കിലേക്ക് മുടി വലിച്ചു കെട്ടുന്ന സമയത്ത് കുട്ടികളുടെ നെറ്റിയുടെ ഭാഗത്തുണ്ടാകുന്ന ആ ചെറിയ കുറുനിരകൾ പോലുള്ള മുടികളുടെ ഒക്കെ ശക്തി കുറഞ്ഞിട്ട് അതൊക്കെ കൊഴിഞ്ഞു പോകാനും നെറ്റി കയറാനുമായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 1.5-2 വയസ്സ് പ്രായം മുതലുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് ഈ എണ്ണ തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ തയ്യാറാക്കിയിട്ട് കുട്ടികൾക്ക് തേച്ച് കൊടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഹെയർ കുറവുള്ള കുട്ടികളുടെ അമ്മമാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.